ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്. താൻ സ്നേഹിക്കുന്ന പയ്യനോട് കാമുകി ഇപ്രകാരം പറഞ്ഞു: നിനക്കെന്നോടുള്ള പ്രണയം സത്യമാണോ എന്ന് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ എന്തിനേക്കാളും സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്തും തരാൻ തയ്യാറാണ്. എൻ്റെ ജീവന് വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി തരും. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നീ സ്നേഹിക്കുന്ന നിന്റെ അമ്മയുടെ ഹൃദയമെടുത്ത് ഒരു താലത്തിൽ എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ നിനക്കെന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ഞാൻ ഉറപ്പിക്കാം. അവൻ തൻ്റെ കാമുകിയോടുള്ള പ്രണയത്തിൻ്റെ ആത്മാർത്ഥത തെളിയിക്കുവാൻ തൻ്റെ പെറ്റമ്മയെ കൊന്ന് ഹൃദയമെടുക്കുവാനായിട്ട് വെമ്പലോടെ ഓടുകയാണ്. അവൻ ഓടിപ്പോകുമ്പോൾ തൻ്റെ അമ്മ ദൂരത്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാ മകനെ, എന്തിനാ നീ ഓടി വരുന്നത്? അവൻ അമ്മയോട് ഒന്നും പറയാതെ ആ കത്തി തൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് കുത്തിയിറങ്ങി. തനിക്ക് ജന്മം നൽകിയ ആ അമ്മയുടെ ശരീരം അവൻ കുത്തിക്കുക. തുടിക്കുന്ന ഹൃദയം അവൻ എടുത്തു. അമ്മയുടെ ഹൃദയം ഒരു താലത്തിൽ വെച്ചുകൊണ്ട് തൻ്റെ പ്രണയിനിയുടെ അടുത്തേക്ക് അവൻ ഓടുകയാണ്. പെട്ടെന്ന് കാൽ തട്ടി അവൻ വീഴുവാനായിട്ടിടയായിത്തീർന്നു. അവൻ്റെ കയ്യിലിരുന്ന ആ പാത്രവും അതിലുണ്ടായിരുന്ന അമ്മയുടെ ഹൃദയവും ദൂരത്തേക്ക് തെറിച്ചുപോയി. അവൻ്റെ ശരീരഭാഗങ്ങളിൽ മുറിവേറ്റ് ദൂരത്തേക്ക് തെറിച്ചു വീണ ആ ഹൃദയത്തെ അവൻ ഓടിച്ചെന്നെടുത്ത് ആ താലത്തിലേക്ക് വീണ്ടും വയ്ക്കുമ്പോൾ ആ അമ്മയുടെ ഹൃദയം മിടിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ്: മകൻ, നിനക്ക് വേദനിച്ചു? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന താൽക്കാലിക സ്നേഹത്തെ തൃപ്തീകരിക്കുവാനായിട്ട് നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, മരണകരമായിട്ടുള്ള വേദന സഹിച്ച് നമ്മെ നൊന്ത് പ്രസവിച്ച് മാതാവിനെ കഷ്ടപ്പെട്ട് തൻ്റെ രക്തം വിയർപ്പാക്കി നമ്മെ വളർത്തി വലുതാക്കിയ പിതാക്കളെയുമെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ചിന്തിക്കുക, നമ്മോട് കാണിക്കുന്ന മറ്റുള്ളവരുടെ സ്നേഹം ശരിയായതാണോ? അതേ പ്രിയ കുഞ്ഞെ, പെട്ടെന്നുണ്ടാകുന്ന വികാരത്തള്ളലിൽ ജീവന് തുല്യം ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിച്ച് വളർത്തിയ നിന്റെ മാതാവിനെ പിതാവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ ഓർക്കുക, അവർ നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ആത്യന്തികമാണോ, ശാശ്വതമാണോ? നിന്റെ ജീവിതാന്ത്യം വരെ അവർ നിന്നെ സ്നേഹിക്കുമോ, കരുതുമോ? അതോ നിന്റെ ജീവിതം വഴിയിൽ വച്ച് പട്ടുപോകുവാൻ ഇടയാകും? ചിന്തിക്കുക. ബൈബിളിൽ ദൈവം 10 കൽപ്പനകൾ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരേ ഒരു കൽപ്പന മാത്രമാണ് ദാറ്റ് വാസ് ഗിവൺ വിത്ത് എ പ്രോമിസ്. അത് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നൽകിയിരിക്കുന്നതാണ്. മക്കളോട് പറയുക, നിനക്ക് നന്മയുണ്ടാകുക, നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെ നിന്റെ മാതാവിനെ ബഹുമാനിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവിനെ മാതാവിനെ ബഹുമാനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ്സും നന്മയും ഉണ്ടാകുക ഇല്ല എന്ന് തന്നെയാണ്. ഈ ലോകത്തിൽ ഒരേ ഒരു ചെറിയ ജീവിതമേ അത് സന്തോഷമായിട്ട് അനുഗ്രഹകരമായിട്ട് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണെന്ന് കണ്ട് മാതാപിതാക്കളെ അനുസരിച്ച് ആദരിച്ച് അനുഗ്രഹകരമായിട്ട് ഒരു ഭാവി ജീവിതത്തിലേക്ക് നയിക്കപ്പെടേണ്ടതാണ്. ദൈവഹിതപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലസ് യു.